വിശ്വാസം. പലരും നമ്മുടെ അടുത്ത് ആടിയെണ്ണ ഉപയോഗിച്ചിട്ട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അവരുടെ വേദനകളെല്ലാം മാറ്റി ഭഗവാൻ മാറ്റി തന്നു എന്നുള്ളത്. അപ്പം അത്രയും ഗുണം ഏറിയ ഔഷധ ഗുണമുള്ള എണ്ണയാണ് ഭഗവാന്റെ ആടിയെണ്ണ. വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഭഗവാന്റെ ആ ഒരു വിഗ്രഹം എന്ന് പറയുന്നത് പാതാളാഞ്ജന ശിലയിലാണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ആ ശിലയിൽ അഭിഷേകം കഴിഞ്ഞ് കിട്ടുന്ന ആ ഒരു എണ്ണയ്ക്ക് ഔഷധമൂല്യം കൂടുതലായിരിക്കും അല്ലേ. പിന്നത്തെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ദേഹത്ത് സ്പർശിച്ചിട്ടുള്ള എണ്ണയാണ്. അപ്പോൾ എത്രമാത്രം പുണ്യമായിട്ടുള്ള ഒരു അനുഗ്രഹിച്ച ഒരു എണ്ണയായിരിക്കും, അതാണ് നമ്മൾ ദേഹത്ത് പുരട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അത്രയേറെ ഫലം ആ ഒരു ആടിയ എണ്ണ ഉപയോഗിക്കുന്നത് കൊണ്ട് ഭക്തർക്ക് ലഭിക്കുന്നത് എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ആടിയ എണ്ണ, അതായത് എണ്ണാഭിഷേകം കണ്ട് തൊഴുത് കഴിഞ്ഞാൽ വാതാലയേശനായിട്ട്, വാതരോഗ നിവാരകനായിട്ടായിരിക്കും ശ്രീ ഗുരുവായൂരപ്പൻ നമുക്ക് ദർശനം നൽകുക. അതാണ് അതിൻ്റെ ഫലമായിട്ട് പറയുന്നത് കേട്ടോ. അങ്ങനെ എണ്ണാഭിഷേകം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചടങ്ങാണ് വാഗച്ചാർത്ത്.